ഹലോ ഫ്രണ്ട്സ്, അൺപ്ലാൻ ടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ പല ആവശ്യങ്ങൾക്കായി എക്സൽ ഫയൽസ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ചില സമയങ്ങളിൽ നമുക്ക് ഒരു വർക്ക് ബുക്കിലെ തന്നെ രണ്ട് ഷീറ്റിലെ ഡാറ്റ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ എക്സൽ വഴി എളുപ്പത്തിൽ രണ്ട് ഷീറ്റുകൾ നമ്മുടെ സ്ക്രീനിൽ ഒരേ സമയം സൈഡ് ബൈ സൈഡായി വ്യൂ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുനീഷ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വർക്ക് ബുക്കിന് പേര് കൊടുത്തിട്ടുള്ളത് എക്സൽ ടിപ്സ് ക്ലാസ് 2 എന്നാണ്. ഈ വർക്ക് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഷീറ്റ് നമുക്കതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും പേരുമായിട്ട്. അതിൽ ഫസ്റ്റ് ഇയറിലെ ഷീറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേരും പിന്നെ 6 വ്യത്യസ്തമായ സബ്ജക്റ്റിലെ കിട്ടിയ മാർക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഇയറിലെ ഷീറ്റിലും ഇതേ വിദ്യാർത്ഥികളുടെ തന്നെ സെക്കൻഡ് ഇയറിലെ പല സബ്ജക്റ്റുകളിലെ മാർക്കാണ് കാണാൻ സാധിക്കുക. ഇനി ഈ രണ്ട് ഷീറ്റിലെ ഡാറ്റ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ സാധാരണ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഷീറ്റ്സും നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ മാറ്റി മാറ്റി ചെയ്താണ് നമ്മൾ ആ ഡാറ്റ കമ്പയർ ചെയ്യാറുള്ളത്. അത് നോർമലി നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു വർക്കാണ്. ഈ കമ്പാരിസൺ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് എക്സലിൽ ഒരു മാർഗം ഉണ്ട്. അതിനാദ്യമായിട്ട് നമ്മൾ ടോപ്പിലുള്ള ടൂൾ ബാറിൽ വ്യൂ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെയിം വർക്ക് ബുക്ക് തന്നെ പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുതിയ വർക്ക് ബുക്കിന്റെ പേര് നോക്കുകയാണെങ്കിൽ അവിടെ എക്സൽ ടിപ്സ് ക്ലാസ് 2 എന്ന് കാണാം. അതായത് നമ്മുടെ പഴയ വർക്ക് ബുക്കിന്റെ തന്നെ ടെമ്പററി വ്യൂ ആണ് ഇവിടെ ജനറേറ്റ് ആയി ഇരിക്കുന്നത്. ഇനി ആദ്യത്തെ വർക്ക് ബുക്കിന്റെ ടൂൾ ബാറിൽ വ്യൂ ടാബിൽ പോയിട്ട് വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൈമറി വർക്ക് ബുക്കും അതുപോലെ തന്നെ പുതിയ വിൻഡോയിൽ ഫോം ചെയ്ത അതിൻ്റെ ടെമ്പററി വ്യൂവും നമുക്ക് ഒരേ സ്ക്രീനിൽ ആ സ്ക്രീനിനെ ഡിവൈഡ് ചെയ്ത് പകുതി പകുതിയായിട്ട് വ്യൂ ആയി വരും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ വ്യൂ സൈഡ് ബൈ സൈഡ് വിൻഡോ ആ ഓപ്ഷനിൽ വ്യൂ പൊസിഷൻ കിടക്കുന്നത് ഹൊറിസോണ്ടൽ ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് സൈഡ് ബൈ സൈഡ് വെർട്ടിക്കലായിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ അറേഞ്ച് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറേഞ്ച് വിൻഡോസിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. അതിൽ വെർട്ടിക്കൽ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ രണ്ട് വർക്ക് ബുക്കും നമ്മുടെ സ്ക്രീനിന്റെ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈമറി വർക്ക് ബുക്കിൽ ഫസ്റ്റ് ഇയറിലെ ആ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ടെമ്പററി വ്യൂവിൽ നമ്മുടെ സെക്കൻഡ് ഷീറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ആ കമ്പാരിസൺ നടത്താൻ പറ്റും. കൂടാതെ നമ്മൾ പ്രൈമറി വർക്ക് ബുക്കിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ട് വർക്ക് ബുക്കിലും ഒരേപോലെ ആ മൂവ്മെന്റ് വരുന്നത് കാണാൻ പറ്റും. അത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ സ്ക്രോൾ ചെയ്താലും ഇതേപോലത്തെ മൂവ്മെന്റ്സ് രണ്ട് വർക്ക് ബുക്കിലും ഒരേപോലത്തെ മൂവ്മെന്റ്സ് വരുന്നത് നമുക്ക് കാണാം. ഇത് ഇങ്ങനെ ഒരേപോലെ മൂവ് ചെയ്യണതിന്റെ കാരണം നമ്മൾ വ്യൂവില് സിങ്ക്രണൈസ്ഡ് സ്ക്രോളിംഗ് ഓൺ ആക്കിയതുകൊണ്ടാണ്. നമുക്കത് ഓഫായി വെക്കുകയാണെങ്കിൽ രണ്ട് വർക്ക് ബുക്കും ഒരേപോലെ മൂവ് ചെയ്യില്ല. നമുക്ക് രണ്ട് വർക്ക് ബുക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കെപ്പോഴും സിങ്ക്രണൈസ് സ്ക്രോളിംഗ് ഓണാക്കി വയ്ക്കായിരിക്കും കമ്പാരിസന് എളുപ്പം. അപ്പോൾ നിങ്ങളുടെ സൈഡ് ബൈ സൈഡ് വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഷീറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ അത് ഈ സിങ്ക്രണൈസ് സ്ക്രോളിംഗ് ഓഫായ കാരണത്താലാണ്. അത് വ്യൂവിൽ പോയിട്ട് ഓൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ സെക്കൻഡ് വർക്ക് ബുക്കിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തുന്നുണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ പ്രൈമറി വർക്ക് ബുക്കിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിനായി ഞാൻ ഈ സെക്കൻഡ് വർക്ക് ബുക്കിലെ ഈ ഒരു പോർഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം ഹൈലൈറ്റ് പോർഷൻ അതേപടി നമ്മുടെ ഫസ്റ്റ് വർക്ക് ബുക്കിലും വരുന്നതായിട്ട് കാണാം. അപ്പോൾ സെക്കൻഡ് വർക്ക് ബുക്കിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അതൊക്കെ വരുത്തി സേവ് ചെയ്യുകയാണെങ്കിൽ അത് അതേപടി ഫസ്റ്റ് വർക്ക് ബുക്കിലും അപ്പൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് എക്സലിലെ രണ്ട് വർക്ക് ബുക്ക് സൈഡ് ബൈ സൈഡ് കമ്പാരിസനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു.